പുതിയ പ്രതീക്ഷകളിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് സ്നേഹവും നന്മയും സാഹോദര്യവും മാത്രം കണ്ടെത്തുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന മറ്റൊരു ക്രിസ്മസ് കൂടി വരവായി. ബിൻമൂൺ ട്രേഡിംഗ് പ്രസൻസ് BMC ഗ്ലോറിയ 2024 മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സന്ദേശം നൽകാനായി എത്തിയിരിക്കുന്നത് ബഹ്റൈൻ CSI സൗത്ത് കേരള ഡയോസിസ് വികാരി റവറൻഡ് ഫാദർ അനൂപ് സാമച്ചനാണ്. എത്രയും സ്നേഹത്തോടെ സന്ദേശം നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടെ ദൈവം നമുക്ക് ദാനം ചെയ്യുന്നതോർത്ത് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും കരയേറ്റുന്നു. ഈ ഡിസംബർ മാസത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും തമ്പുരാൻ നമുക്കെല്ലാവർക്കും ദാനം ചെയ്യട്ടെ. സുവിശേഷ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ വചനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് പ്രാർത്ഥനയോടെ ഈ ധ്യാനം ഞാൻ അവസാനിപ്പിക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറിയ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടയണം. മറിയ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. ഈ ക്രിസ്മസ് കാലഘട്ടം എൻ്റെ ഒരു ആത്മീക ചിന്തയിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പാപരഹിതമായ ഒരു ക്രിസ്മസായി ഈ കാലഘട്ടം മാറട്ടെ. വിശുദ്ധിയുടെ നിറവ് വർദ്ധിക്കുന്ന, വിനയത്തിൻ്റെ ആത്മീകത വർദ്ധിക്കുന്ന, പരസ്പരം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ക്രിസ്മസ് ഈ നാളുകളിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ. നമുക്കറിയാം 2024 എന്ന മനോഹരമായൊരു വർഷം സമാപിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ഇടയിൽ സംഭവിച്ച ഏറ്റവും വലിയ ക്രൂരകൃത്യങ്ങളുടെയും വലിയ രീതിയിലുള്ള ദുഃഖകരമായ വാർത്തകളൊക്കെ ഞാൻ നിങ്ങളും പരിശോധിക്കുമ്പോൾ ഈ ക്രിസ്മസ് പാപരഹിത ക്രിസ്മസായി തീരട്ടെ. വിശുദ്ധി ഉയരുന്ന, വിനയം ഉയരുന്ന, ക്ഷമാശീലം വർദ്ധിക്കുന്ന നല്ല മനുഷ്യരായി തീരാൻ ഈ നാളുകൾ ദൈവം സഹായിക്കട്ടെ. നമുക്കറിയാം, ഒരു കാലഘട്ടം മുഴുവനും മനുഷ്യന് ഭക്ഷണത്തിന് ദാരിദ്ര്യമുണ്ടായിരുന്നു, വസ്ത്രത്തിന് ദാരിദ്ര്യമുണ്ടായിരുന്നു. നല്ല ജീവിത സാഹചര്യങ്ങളൊന്നും നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ തലമുറകളിലോ ഇല്ലായിരുന്നു. എന്നാൽ ആ കാലങ്ങളിൽ നല്ല മനുഷ്യർ ജീവിച്ചിരുന്നു എന്നുള്ളത് ഈ ലോകം നമുക്ക് നൽകുന്ന ഒരു സാക്ഷ്യപത്രമാണ്. നല്ല മനുഷ്യരുണ്ടായിരുന്നു. ദാരിദ്ര്യം അവരുടെ ജീവിതത്തിലുണ്ട്, കഷ്ടപ്പാടുകൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും സത്യം ഉള്ളവരായിരുന്നു, ആത്മാർത്ഥത വച്ച് പുലർത്തിയവരായിരുന്നു. കള്ളമില്ല, ചതിയില്ല, മറ്റ് പൊളി ആത്മീകതകളൊന്നുമില്ലാതെ പ്രാർത്ഥനയോടും സൗഹൃദത്തോടും കൂട്ടായ്മ ബന്ധങ്ങൾ വളരെയധികം ശക്തമായ ഒരു കാലഘട്ടം നമുക്കുണ്ട്. എന്നാൽ ഇന്ന് നമുക്കെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് അനീതിയുടെയും അക്രമത്തിൻ്റെയും വഞ്ചനയുടെയും ചതിയുടെയും ഒരു വലിയ ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഭൗതികപരമായി നമ്മളെല്ലാവരും മെച്ചപ്പെട്ടു. സമൃദ്ധി എന്ന വാക്ക് വളരെ മനോഹരമായി നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ഭക്ഷണത്തിൽ നമ്മൾ മിടുക്കരായി, വസ്ത്ര രീതിയിൽ നമ്മളെല്ലാവരും മനോഹാരിതയുള്ളവരായി തീർന്നു, പുറമേയുള്ള മോടികളിൽ നമ്മളെല്ലാവരും ഉയർച്ച പ്രാപിച്ചു. പക്ഷേ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ആത്മീയതയിലും നമ്മുടെ വിശുദ്ധിയിലും പ്രത്യേകിച്ച് പാപ ചെയ്തികൾ മനുഷ്യനിൽ നിന്ന് പെരുകിക്കൊണ്ടിരിക്കുന്നു. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി ഉയർത്തപ്പെടുവാനാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ചെറിയ കാലഘട്ടത്തിൽ എൻ്റെ സ്കൂൾ ദിനങ്ങളിൽ ഞങ്ങൾ ദിനംതോറും പാടിയിരുന്ന ഒരു പ്രാർത്ഥന പാട്ട് ഉണ്ട്, ഒരു പ്രാർത്ഥന വാചകമുണ്ട്. അതിങ്ങനെയാണ്. പന്തളം കേരളവർമ്മ അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു പ്രാർത്ഥന വാചകം. ആ വാചകങ്ങൾ ഉരുവിട്ടാണ് ഓരോ ദിവസവും ക്ലാസ്സുകൾ ആരംഭിക്കപ്പെടുന്നത്. ആ വാചകത്തിൻ്റെ, പ്രാർത്ഥന വാചകത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം, എന്നുള്ളിൽ ഭക്തിയുണ്ടാകണം, എനിക്കെന്നും നിന്നെ കാണാനുള്ള ഭാഗ്യമുണ്ടാകണം, എനിക്ക് നല്ല നേർവഴി ഉണ്ടാകണം, എൻ്റെ ജീവിതത്തിൽ ദുഷ്ടസംസർഗങ്ങളൊന്നുമില്ലാതെ നല്ലവനായി, വിശുദ്ധിയുള്ളവനായി, വിനയമുള്ളവനായി ദൈവമേ എന്നെ നീ കാക്കണമേ, ഞാനൊരു പാപം ആണ് എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിത ചുറ്റുപാടിൽ ഞാനടക്കമുള്ള മനുഷ്യർ എല്ലാവരും വലിയ രീതിയിൽ ഒരുപക്ഷെ മനുഷ്യത്വ രഹിതമായ ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി തീർന്നിരിക്കുന്നു. ഈ ക്രിസ്മസ് കാലം
പുൽക്കൂട് നൽകുന്ന സന്ദേശം, ക്രിസ്തു നൽകുന്ന സന്ദേശം എന്നുള്ളത് പാപത്തിൽ നിന്ന് നമുക്കൊരു രക്ഷ വേണം എന്നുള്ളതാണ്. പാപരഹിതമായ ഒരു ആത്മീകത ഈ കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങൾക്കുണ്ടാകട്ടെ. പ്രത്യേകിച്ച് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതിയ മനോഹരമായ ചില വരികളുണ്ട്. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലുമേ പാപകർമ്മത്തിൻ പ്രതിക്രിയ ആകുമോ? മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് പഞ്ച അഗ്നിയിൽ തപസ്സു ചെയ്താലും അതിനൊരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളത്. അങ്ങനെയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ആ പുൽക്കൂട്ടിൽ നിന്നൊരു വലിയ ശബ്ദം ഉയരുന്നു, പാപപരിഹാരത്തിനായി ഒരു ക്രിസ്തു ജാതനായി എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈനംദിന ജീവിതയാത്രയിൽ ഒരു വിശുദ്ധയായി തീരും ഈ ക്രിസ്മസ് നാളുകൾ തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ചും കൊന്നും ഒരുപക്ഷെ കുഴിച്ചുമൂടിയും അനേകരെ ആപത്തിലാക്കിയും വല്ലാതെ മനുഷ്യരിങ്ങനെ ചെറുതായി നിൽക്കുന്ന ഈ ലോകത്തിൽ നല്ല മനുഷ്യരായി തീരാൻ എനിക്ക് നിങ്ങൾക്കും ദൈവം സഹായിക്കട്ടെ. ഈ അടുത്തിടെ വായിച്ച ഒരു കഥ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ചിലന്തിയുടെയും തേനീച്ചയുടെയും കഥ. ചിലന്തി പരമസുന്ദരനാണ്. എന്നാൽ തൻ്റെ അധരങ്ങളിൽ വിഷദ്രാവകം നിറച്ച് ബലഹീനനായ ജീവികളെ വല നെയ്ത് കാത്തിരിക്കും. ഓരോ പ്രഭാതങ്ങളിലും ഇതാണ് ചിലന്തിയുടെ ജോലി എന്നുള്ളത്. അപ്പൂപ്പൻ ചിലന്തിയും അപ്പൻ ചിലന്തിയും ഇന്ന് മക്കൾ ചിലന്തിയും ഇതേ സ്വഭാവം വച്ചു പുലർത്തുന്നുണ്ട്. കാണാൻ സൗന്ദര്യമുള്ളവരാണ്, എന്നാൽ ഉള്ളിൽ വിഷദ്രാവകം ഇങ്ങനെ വഹിച്ച് ബലഹീനരായ ചെറുജീവികളെ അപായപ്പെടുത്താൻ കാത്തിരിക്കുന്ന ഒരു ജീവിതയാത്ര. തേനീച്ചയുടെ ജീവിതം മറ്റൊന്നാണ്. തേനീച്ച അടങ്ങിയിരിക്കില്ല. നല്ല സന്ദർശനമാണ്, നല്ല സംഗീതമാണ്. മാത്രമല്ല ഏകദേശം 1000-ഓളം പൂക്കൾ ഓരോ ദിവസവും തേനീച്ച സന്ദർശിക്കുന്നുണ്ട്. തൻ്റെ ആയുസ്സിൽ ആകെ തനിക്ക് നേടാൻ കഴിയുന്നത് കേവലം 1 സ്പൂൺ മാത്രം നിറവുള്ള തേനിൻ്റെ ഒരു ശേഖരമാണ്. കുറച്ച് നാളുകൾ മാത്രമാണ് തേനീച്ചയുടെ വാസം. അപ്പൻ തേനീച്ചയും അപ്പൂപ്പൻ തേനീച്ചയും കുഞ്ഞുമക്കൾ തേനീച്ചകളും ഇന്നും ആ ക്രിയ തുടർന്നു വരുന്നു. അതിൻ്റെ പര്യവസാനം ഇങ്ങനെയാണ്. ചിലന്തി അനേകർക്ക് വിനയായി തീരുമ്പോൾ തേനീച്ച അനേകർക്ക് അനുഗ്രഹമായി തീരുന്നു. താൻ കാലങ്ങളായി നാളുകളായി ശേഖരിച്ച തേൻ മനുഷ്യർക്ക് നൽകിക്കൊണ്ട് ഇന്നും ചിലന്തിയുടെ മുമ്പിൽ തേനീച്ച നമുക്കൊരു മാതൃകയായി നിൽക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് നാളുകളിൽ മനോഹരമായി മറ്റുള്ളവർക്ക് മധുരം നൽകുന്ന, മറ്റുള്ളവർക്ക് വിശുദ്ധി നൽകുന്ന, മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന മനുഷ്യജീവിതങ്ങളായി പരിണമിക്കുവാൻ ഈ കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ. എൻ്റെ തിയോളജിക്കൽ സെമിനാരിയിൽ എന്നെ പഠിപ്പിച്ച ഡോക്ടർ ജോർജ് സഖറിയ, അദ്ദേഹം ഒരു എത്തിക്സ് പ്രൊഫസറാണ്. എൻ്റെ ക്ലാസ്സിൽ എപ്പോഴും ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ആത്മീക ജീവിതത്തിൽ ട്രൈ ടു ബി എ ലിറ്റിൽ ജീസസ് ഇൻ എവരിഡേ ലൈഫ്. ദൈനംദിന ജീവിതത്തിൽ നിങ്ങളൊരു ക്രിസ്തുവാകുവാൻ പഠിക്കുക എന്നുള്ളത്. 2024 ക്രിസ്മസ് ആഘോഷിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദൈനംദിന ജീവിതത്തിൽ ഒരു ചെറിയ ക്രിസ്തുവായി ഞാനും നിങ്ങളും മാറുക. കാരണം സുവിശേഷ വേദഭാഗത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: മറിയ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ആ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പാപത്തിൽ ആണ്ടുപോയ മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനാണ് അവൻ വന്നത് എന്നുള്ളത്. പാപത്തിൽ നിന്ന് രക്ഷിച്ച് അവൻ എന്താണ് മനുഷ്യർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം? പാപത്തിൽ കിടന്ന മനുഷ്യനെ വിശുദ്ധ പദവിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മനോഹരമായ ആത്മീകതയാണ് ക്രിസ്തു വിഭാവന ചെയ്ത് നൽകുന്നത്. പ്രിയമുള്ളവരെ, യു എയ്തർ എ സെയിൻറ്റ് ഓർ എ സിന്നർ. ഈ കാലഘട്ടത്തിൽ 2 ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. വേണമെങ്കിൽ എനിക്ക് നിങ്ങൾക്കും പാപിയായി ഈ ലോകത്തിൽ ജീവിക്കാം, മറിച്ച് ഒരു വിശുദ്ധനായും ജീവിക്കാനുള്ള സാധ്യത ദൈവം നമ്മുടെ മുമ്പിൽ ഒരുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് നാളുകളിൽ ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഭാഗമായി തീരാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. 2024 ആണ്ടിലെ ക്രിസ്മസ് പാപരഹിതമായി ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമകളായി, നല്ല വിശുദ്ധരായി, നല്ല മനുഷ്യരായി, അനേകർക്ക് അനുഗ്രഹമായി, അനേകർക്ക് സന്തോഷമായി, അനേകർക്ക് ആശ്വാസമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവിധമായിട്ടുള്ള ക്രിസ്മസിൻ്റെ സന്തോഷവും അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ട ദൈവനിറവുള്ള ഒരു പുതിയ വർഷം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വളരെ നല്ലൊരു സന്ദേശം നമുക്കായി നൽകിയ സാമച്ചന് ബഹ്റിൻ മീഡിയ സിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.
മറ്റൊരു അതിഥിയുമായി നാളെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഷിനോയ് പുളിക്കൻ.